മുതിർന്ന CPIM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ പാർട്ടി വിട്ടേക്കും. CPIM അംഗത്വം പുതുക്കുന്നില്ലെന്നും അവഗണന സഹിച്ച് തുടരാനില്ല എന്നുമാണ് ജി സുധാകരന്റെ നിലപാട്. ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കം പാളി. ഒരു പരിഗണനയില്ല. ഏറെ നാളായി CPIM നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരനെ പാർട്ടി വിടുന്ന തരത്തിൽ കടുത്ത നിലപാടിനു പ്രേരിപ്പിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ ഈ പ്രതികരണമാണ്. കഴിഞ്ഞ മാസം 28-ന് വാർത്താസമ്മേളനത്തിനിടെ ജി സുധാകരനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു പ്രതികരണം. CPIM അംഗത്വം പുതുക്കുന്നില്ലെന്നും അവഗണന സഹിച്ച് തുടരാനില്ല എന്നുമാണ് ജി സുധാകരന്റെ നിലപാട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശത്തിൽ അതൃപ്തി വ്യക്തമാക്കി പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. നാളെ ആലപ്പുഴയിലെ വീട്ടിൽ ജി സുധാകരൻ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. വിഷയത്തിൽ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു സഖാവല്ല ജി സുധാകരൻ. നല്ല പക്വതയും കുറെ അനുഭവങ്ങളും ഒക്കെയുള്ള സഖാവാണ്. ആ നിലയിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരാൾക്ക് മെമ്പർഷിപ്പ് പുതുക്കാനും പുതുക്കാതിരിക്കാൻ അവകാശം ഓരോ അംഗത്തിനുമുണ്ട്. ഒരാളെയും താഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ വില കുറച്ചിട്ടോ സമീപിക്കുന്ന പ്രശ്നം പാർട്ടിക്കില്ല, പാർട്ടി നേതൃത്വത്തിനില്ല. ആ നിലപാടാണ് ഗോവിന്ദ മാഷും പൊതുവെ സ്വീകരിച്ചു വരുന്നത്. സുധാകരനെ അനുനയിപ്പിക്കാൻ CPIM ജില്ലാ നേതൃത്വം നീക്കം നടത്തിയെങ്കിലും സുധാകരൻ വഴങ്ങിയില്ല. പാർട്ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ സുധാകരനുമായി സംസാരിച്ചുവെങ്കിലും ജി സുധാകരൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ജി സുധാകരനെ അനുനയിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടൽ നടത്തും. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.